தப்புடா, ரொம்ப தப்புடா. ஒரு ஆம்பளை ஒரு பொண்ணு கை நீட்டி அடிச்சுட்டு நல்லா வாழ்ந்ததா சரித்திரமே இல்லை தெரியுமா? കുറച്ച് പുതിയ പെമ്പിളേർ ചരിത്രം തിരുത്തി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവൻ്റെ പഴയ ചരിത്രവും ഭൂമിശാസ്ത്രവും നമ്മൾ ജസ്റ്റിന് മിസ്സായതാ. അല്ലെങ്കിൽ അവൾ നമ്മളെ ഷെഡ്യൂളിൽ നിലത്തടിച്ചാൽ எப்போ ஒரு பொண்ணு கை நீட்டி அடிக்கலாம்? அவன் சப்பாத்தி சாப்பிட்டா கையை நீட்டிடுவாளா? இந்நேரத்துக்கு என் வீட்டில் இருந்ததுன்னா ஃபுல் மீல்ஸை நல்லா கட்டுன்னு கட்டிட்டு ஆட்டுக்கால் சூப்பை உரின்னு உறிஞ்சிருப்பேன். ശരിയാ, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ ജാനപ്പൻ്റെ മീൻകറിയും ചോറും സൈഡിൽ വെക്കാൻ ഒരു മത്തി ഫ്രൈ, ഒരു പപ്പടം, കുറച്ച് കടുമാങ്ങ അച്ചാർ, വെള്ളപ്പൊടി പോട്ട അമ്മാവോட കറുവാട്ട് കുഴമ്പ് சும்மா അല്ലും. എൻ്റെ അമ്മ ഉണ്ടാക്കണ തലശ്ശേരി ചിക്കൻ ബിരിയാണി, திண்டுக்கல் தலப்பாக்கட்டி பிரியாணி, കോഴിക്കോടൻ അലുവ, திருநெல்வேலி அல்வா, மதுரை மட்டன் புரோட்டா சால்னா சாப்பிட்டிருக்கியா நீ? കൊലമച്ചാൻ്റെ കടയിലെ പൊറോട്ടയും ബീഫ് റോസ്റ്റും. அதனால உங்கள் ஊருக்காரங்க புரோட்டா பீஃப் கறினா அவ்வளோ அலையிறீங்க? അലയും. ഈ പൊറോട്ടയും ബീഫ് റോസ്റ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മലയാളികൾക്ക് അത് വെറും ഒരു ഭക്ഷണമല്ല, ഒരു വികാരമാണ് മച്ചാ. അതായത് ബീഫ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിങ്ങനെ ചെറിയ 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 കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കും. എന്നിട്ട് അതിൽ ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് പെപ്പർ, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ഈ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ വേവിക്കും. ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് ഈ വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടും. എന്നിട്ട് കുറച്ച് മസാല ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ താളിച്ചിട്ട് മൂടി വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ അതിനൊരു മണം വരും. അപ്പം അതിങ്ങനെ തുറന്നിട്ട് അതിൽ നിന്നൊരു തവി കൊണ്ട് കുറച്ച് ബീഫ് റോസ്റ്റ് എടുത്ത് പ്ലേറ്റിലേക്കിട്ട് നല്ല മുരിഞ്ഞൊരു പൊറോട്ട എടുത്ത് അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കീറിയെടുത്ത് ചാറിൽ മുക്കി ഒരു ബീഫിൻ്റെ കഷ്ണം ഇങ്ങനെ പൊതിഞ്ഞെടുത്ത് ഇങ്ങനെ കഴിച്ചാൽ എനിക്കിപ്പോൾ പൊറോട്ടയും ബീഫ് റോസ്റ്റും വേണം. இப்போ இங்கே நாம பீஃப் சாப்பிட்றோம். അതിലൂടെ பொரோட்டையும் பீஃப் ரோஸ்டும் கிட்டோ? உங்கள் ஆளுங்க சந்திரனில் கூட கடையை போட்டு உட்காந்துருப்பாங்க, இங்கே கிடைக்காதா? நீங்கள் ரைட்டில் போய் பாரு, நான் லெஃப்டில் போய் பார்க்குறேன். பீஃபை பிடிக்கிறோம், சாப்பிட்றோம். சும்மா கத 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 பீஃப். സാധനം കയ്യിലുണ്ടോ? नाना 4 परोटा 2 बीफ करी. क्या? बीफ विथ परोटा. BEFE बीफ. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. നാട്ടിലെവിടെയാ? കോട്ടയം തോട്ടക്കാട്. ഇവിടെ എന്ത് ചെയ്യണു? ഇവിടെ ഞാൻ പഞ്ചാബ് യൂണിവേഴ്സിറ്റി പഠിക്കുക. ഞങ്ങളും പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണേ. உனக்கு எப்படியா புரிய வைக்கிறது? ए पेपर वाला जा 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 जा. व्हाट अ टाइमिंग या. थैंक यू. उधर देखो, गौ रक्षा दल बीफ. എനിക്ക് ഇവിടുത്തെ ഈ ഉണക്കറൊട്ടിയും പരിപ്പുരയൊക്കെ കഴിച്ചു മടുത്തു. നമുക്ക് നല്ല മലയാളി ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ അടുത്ത് നല്ല കേരള റെസ്റ്റോറന്റ് വല്ലതും ഉണ്ടോ? അയ്യോ, എനിക്ക് ഇവിടെ അധികം പരിചയമൊന്നുമില്ല. ചിലപ്പോൾ ഇവക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതിഥി, അല്ലെങ്കിൽ ഞാൻ പരിപ്പേറി റൊട്ടി തന്നെ കഴിച്ചോളാം, കുഴപ്പമില്ല. അല്ല, ഇവക്ക് ഇവിടെ അറിയാൻ മേലാത്ത സ്ഥലമൊന്നുമില്ല. അല്ല, നമ്മളിപ്പോ പഞ്ചാബി വന്നിട്ട് പിന്നെ ചോറും കറിയൊക്കെ കഴിക്കാൻ പാടുണ്ടോ? ചേരനെ തിന്നുന്ന നാട്ടിൽ പോയാൽ അവിടുത്തെ നടുക്കഷ്ണം കഴിക്കുന്നതാണ് വീട്ടിലൊക്കെ പറയാറുണ്ട് വീട്ടിലൊക്കെ. इसने हमारी माँ की बेइज्जती की है. അമ്മയ്ക്ക് വിളിച്ചാ अम्मा बुझला ना पैसे मिलना पसमाट करी दादा कहते. हमें भी बीफ चाहिए. No? How can someone eat beef? Beef is like our mother. We can drink her milk. We cannot eat her. गाय हमको दूध देते हैं और दूध हम पीते हैं. उल्लू का पटा पागल है ये. എന്റെ കൂട്ടുകാരനാണ്, പ്ലീസ് ഹെൽപ്പ് ചെയ്യണം. അവനെ അടികൊണ്ടിരിക്കണം അവിടെ. അങ്ങനെ ഞാൻ പറഞ്ഞു, പക്ഷെ അഭിപ്രായം ഇരുമ്പൊലിക്കൊന്നല്ലോ, മാറ്റാലോ. പ്ലീസ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കും. ഇരുമ്പൊലിക്കൊന്നും പറഞ്ഞു മനസ്സിലാക്കാനുള്ള ഹിന്ദു ഇംഗ്ലീഷും എനിക്ക് അറിയാൻ പാടില്ല. ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയും കുട്ടിയോട്. तेरे कॉलेज पढ़ता है? हाँ जी. फिर उसने समझा के रख. बच्चे समझ के लाने समझ के. और माफ कर दिया इन्हों. चल माफ किया. बाय बाय, गुड नाइट. चलो बजारी पुरबक बेमान ये आड़ियाले. सॉरी बोल. സോറി മാഡം. சாரி. थैंक यू बोल. हैं? எதுக்கு என்ன பறக்க விட்டு அடிச்சாங்க அஜி, கால் அதுக்கு? सुनियो. சாரி. தேங்க்ஸ் மா. இதுக்கு மேல என்னால முடியாதுமா மச்சான். ആക്ച്വലി ഞാൻ വിളിപ്പിച്ചത് ഒരു ഗാട്ടാ ഗുസ്തി ടൂർണമെൻറ്റ് നാഷണൽ ലെവൽ നമ്മുടെ മനയത്ത് വയലിൽ. എന്താ അഭിപ്രായം? ഒരു ഗുസ്തി മത്സരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർ പോലും വരില്ല, പിന്നല്ലേ ഈ നാട്ടുകാർ.
അതുപോലെ ഈ ചെലവിന്റെ കാര്യമൊക്കെ ആര് വഹിക്കും? നമ്മളൊന്ന് മുണ്ടു മുറുക്കെടുത്ത തീരാവുന്ന കാര്യമല്ലോ ചന്ദ്ര. ഇന്റർനാഷണൽ പ്ലേയേഴ്സിനെ നമുക്ക് കൊണ്ടുവരാലോ. സുശീൽ കുമാർ, ഗീത, യോഗേശ്വർ ഇവരൊക്കെ വരുമ്പോൾ തന്നെ കളറാകെ മാറും. പിന്നെ സ്പോൺസേഴ്സിന് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മുനിസിപ്പാലിറ്റിയുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും. അതെ, ടൂറിസമായിട്ട് നമുക്കിത് ക്ലബ് ചെയ്യാം. പക്ഷേ ചന്ദ്രൻ പറഞ്ഞതുപോലെ വീട്ടിലിരിക്കുന്ന ആളുകൾ ഇറങ്ങി ഗോദായിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആദ്യം മുന്നിട്ടിറങ്ങും. അതെ, ക്യാപ്റ്റൻ പറഞ്ഞ ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഇങ്ങനെ നമുക്ക് വിശ്വാസമാണ്. നമ്മൾ ഇങ്ങനെ കൂടണ്ടേ? എന്നാ പിന്നെ നമുക്കൊന്ന് പിടിച്ചു നോക്കാം. എന്നാ പിന്നെ കൈയടിച്ച് പാസ്സാക്കിയേക്കാം. പിന്നെന്താ? एकदम परफेक्ट था. ये तुम ऐसे ही करके जाओगे ना, you'll fly high. ഹായ്, എന്താ ഇവിടെ പൊറോട്ടയും ബീഫ് കറിയും ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. ഞാൻ മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടി നന്നായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷെ ഒരു കാര്യം പറയണമെന്ന് തോന്നി. ഇപ്പോൾ ഒപ്പോണന്റ് വീക്ക് ആയതുകൊണ്ടാണ് ഈസി ആയിട്ട് വിൻ ചെയ്തത്. അപ്പോൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ കുട്ടിയുടെ ലോവർ ബാക്ക് മാറ്റിൽ നിന്ന് പൊങ്ങിപ്പോകുന്നുണ്ട്. അതൊരു വീക്ക് പോയിന്റ് ആണ്. ഒപ്പോണന്റ് വേണമെങ്കിൽ ഈസി ആയിട്ട് മലർത്തി അടിക്കാം. കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കുന്ന ആളായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഒന്ന് പറഞ്ഞു കൊടുത്തേക്കും പോടെ. എടാ, ഈ ഗുസ്തി എന്ന് പറയുന്നേ ലങ്കോട്ടി മാത്രമല്ല, വേറെയും കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറം ഇപ്പുറം ഒന്നുമില്ല, നീ വാ. എന്റെ മച്ചാ ഗുസ്തി വാദ്യാറാ. I feel he's right. Don't know how I'm a bit strange. ഹലോ എന്തൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ? ഞാനില്ലാതെ എങ്ങനെയുണ്ട് നാട്? ബാലേട്ടാ, ഞാൻ വൈകിട്ട് വിളിച്ചാൽ മതിയോ? ഞാൻ കോളേജിലാണ്. ഓക്കെ. कॉफी कॉफी लेंगे 2 कॉफी प्लीज. एक्सक्यूज मी. अरे भाई क्या कर रहे हो? चल, क्या हो रहा है? दिस इज माय स्पॉट. आई वाज स्टैंडिंग हियर. हां, पागल है नीचे खड़े हैं. छोड़ दे, दोस्त है मेरा. 1 2 सैंडविच and 2 mixed fruit juice. यार मैं की करे यार, ਆਪਾਂ ਕਿੰਨੀ ਦੇਰ ਚਲਾਏ ਲੱਗੇ ਸੀ? कुड़ी दा दोस्त ਕੁੜੀ ਤੇ ਕਹਿੰਦੇ ਛੱਡਤਾ ਉਹਨੂੰ ਹੈ. फिर मैं की करा? दासी नु धक्के मारा. Hey, may I? You don't have to ask for permission. It's a public place. Juice, sandwich for you, sandwich for me. I didn't ask you for a sandwich. Did I say no? Nah. Are you a wrestler? I was. छोड़ी क्यों? वैसे your tip was good. It helped me. You're welcome. I didn't say thank you.